ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്ന സ്പെഷ്യൽ കൈൻഡ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. സെക്ഷൻ 126 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഈസ് എ കോൺട്രാക്ട് ടു പെർഫോം ദ പ്രോമിസ് ഓർ ഡിസ്ചാർജ് ദ ലയബിലിറ്റി ഓഫ് എ തേർഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട്. അതായത് ഇറ്റ്സ് എ കോൺട്രാക്ട്, ഇതൊരു തരം സ്പെഷ്യൽ കൈൻഡ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. എ കോൺട്രാക്ട് പെർഫോം ദ പ്രോമിസ് ഓർ ഡിസ്ചാർജ് ദ ലയബിലിറ്റി, അല്ലേ? ഒരു വ്യക്തി തൻ്റെ ലയബിലിറ്റിയിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ മൂന്നാമതൊരു വ്യക്തി അത് ഏറ്റെടുത്തുകൊണ്ട് എന്ത് ചെയ്തു, ആ ലയബിലിറ്റി ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ് ഇസ് എ കോൺട്രാക്ട് ടു പെർഫോം ദ പ്രോമിസ് ഓർ ഡിസ്ചാർജ് ദ ലയബിലിറ്റി, അല്ലേ? മൂന്നാമതൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ബാധ്യത താൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടിയിലാണ് നമ്മൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നോക്കാം. മിസ്റ്റർ എ എന്ന് പറയുന്ന വ്യക്തി മിസ്റ്റർ ബിക്ക് ഒരു 10,000 എന്ത് ചെയ്തു, പേയ്മെൻറ്റ് കൊടുത്തു ടു ദ റിക്വസ്റ്റ് ഓഫ് സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതൊരു സിൻ്റെ ഗ്യാരണ്ടി പുറത്താണ് ആ പേയ്മെൻറ്റ് എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുത്തത്. ആ കോൺട്രാക്റ്റിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കേസസിൽ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് 10,000 കടം കൊടുത്തു. ആരുടെ റിക്വസ്റ്റ് പ്രകാരം? സിയുടെ റിക്വസ്റ്റ് പ്രകാരം. അപ്പോൾ സി ആണ് ഇവരെ ഗ്യാരണ്ടി നിൽക്കുന്നത്. ആ സീനെ വിളിക്കുന്ന പേരാണ് ഷൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലേ? ആരാണ് പേയ്മെൻറ്റ് നടത്തുന്നത്? അതായത് എ എന്ന് പറയുന്ന വ്യക്തിയാണ് ബിക്ക് പൈസ കൊടുക്കുന്നത്. അപ്പോൾ എ ആണ് പേയ്മെൻറ്റ് കൊടുക്കുന്ന വ്യക്തി. ആ വ്യക്തിനെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റർ. അപ്പോൾ ബി എന്ന് പറയുന്ന വ്യക്തിനെ വിളിക്കുന്ന പേരാണ് ഡെപ്റ്റർ. 3 വ്യക്തികളുള്ളത്. ഡെപ്റ്റർ ഉണ്ട്, ക്രെഡിറ്റർ ഉണ്ട്, ഷൂരിറ്റി ഉണ്ട്. ഇപ്പോൾ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി മനസ്സിലായിട്ടുണ്ടാവും. 3 വ്യക്തികൾ അടങ്ങിയതാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കതിൻ്റെ നേച്ചർ ആൻഡ് ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോവാം. നോക്കാം. ഇത്രയും നേച്ചർ ഉണ്ട്, സ്വഭാവങ്ങളുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് ഉണ്ട് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ. ഒന്നാമത്താണ് 3 പാർട്ടി ഉണ്ട്, അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ച കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റിയിൽ 2 പാർട്ടി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ കോൺട്രാക്റ്റിൽ 3 പാർട്ടികളുണ്ട്. അതായത് ഡെപ്റ്റർ ഉണ്ട്, ക്രെഡിറ്റർ ഉണ്ട്, ഷൂരിറ്റി ഉണ്ട്. 3 വ്യക്തികൾ അടങ്ങിയ കോൺട്രാക്റ്റാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി അല്ലെങ്കിൽ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് നമുക്ക് ഡിഫറൻസ് എന്ത് ചെയ്യുക, തരംതിരിച്ച് വയ്ക്കാം. ഓക്കെ. ഇനി രണ്ടാമത്തെ നേച്ചറാണ് 3 കോൺട്രാക്ട്സ്, അല്ലേ? അതായത് 3 കോൺട്രാക്റ്റുകൾ ഉണ്ട് ഇതിൽ. ഇപ്പോൾ ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിലുണ്ട്, ക്രെഡിറ്ററും ഷൂരിറ്റിയും തമ്മിലുണ്ട്, ഷൂരിറ്റിയും ഡെപ്റ്ററും തമ്മിൽ, അല്ലേ? അപ്പോൾ 3 വ്യക്തികളും തമ്മിൽ പരസ്പരം 3 കോൺട്രാക്റ്റ് അവർക്കിടയിൽ ഉണ്ട്. അപ്പോൾ ക്രെഡിറ്ററും ഡെപ്റ്ററും തമ്മിലുണ്ട്, ഷൂരിറ്റിയും ക്രെഡിറ്ററും തമ്മിലുണ്ട്, ഷൂരിറ്റിയും ഡെപ്റ്ററും തമ്മിലുണ്ട്. അപ്പോൾ 3 കോൺട്രാക്റ്റുകൾ അടങ്ങിയതാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഡിഫറൻസ് ആയിട്ട് കമ്പയർ ചെയ്ത് കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ആകെ ഒരൊറ്റ കോൺട്രാക്റ്റ് ഉള്ളൂ, അല്ലേ? ആ 2 വ്യക്തികൾ തമ്മിൽ ഒറ്റ കോൺട്രാക്റ്റ് ഉള്ളൂ. കാരണം എന്താ, 2 വ്യക്തികൾ മാത്രം ഉള്ളതുകൊണ്ട് ഒറ്റ കോൺട്രാക്റ്റ് മതി. ഇവിടെ 3 വ്യക്തികൾ ഉള്ളതുകൊണ്ട് പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ 3 കോൺട്രാക്റ്റുകൾ അടങ്ങിയിട്ടുണ്ടാവണം. ഓക്കെ. അടുത്താണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ സർട്ടൻ കപ്പാസിറ്റി ഉണ്ട്, അല്ലേ? നമ്മൾ എസെൻഷ്യൽ എലമെൻസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആയിട്ട് മാറുകയുള്ളൂ. അടുത്താണ് കൺകറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി റിക്വയർ കൺകറൻസ് ഓഫ് 3 പാർട്ടീസ്, അല്ലെ? 3 പാർട്ടികളുടെയും കൺകറൻസ് റിക്വയർ ആയിരുന്നുണ്ട്. 3 പാർട്ടികളുടെ കൺകറൻസ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റർത് വേണം, ക്രെഡിറ്റർത് വേണം, ഷൂരിറ്റിന് വേണം. പിന്നെ ചില സാഹചര്യങ്ങളിൽ ഇത് ഐദർ എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കൺകറൻസ് എന്ന് വിളിക്കാൻ കാരണം. അടുത്താണ് എന്ത്,
അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദി ഡെപ്റ്റർ അല്ലേ. നമ്മളിപ്പോൾ പെട്ടെന്ന് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഗ്യാരണ്ടി നിൽക്കാമെന്ന് പറഞ്ഞ് ഷുവേറ്റ് ഒരിക്കലും പോയി പറയാൻ പാടില്ല. ആരുടെ റിക്വസ്റ്റ് പ്രകാരം മാത്രമേ ആയിരിക്കാൻ പാടുള്ളൂ? ഡെപ്റ്ററുടെ റിക്വസ്റ്റ് പ്രകാരം മാത്രമേ ഒരു കോൺട്രാക്റ്റിൽ നമുക്ക് ഷുവേറ്റി ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഷുവേറ്റികളാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് തോന്നുന്ന ഒരു വ്യക്തിനെ വേണം എന്ത് ചെയ്യുക, അതായത് ഈ ഡെപ്റ്റർ റിക്വസ്റ്റ് പ്രകാരം ഒരു അപേക്ഷ പ്രകാരം മാത്രമേ ഒരാളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എന്താ പറയുക ഷുവേറ്റി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അടുത്താണ് ഡെപ്റ്റ്. ഈ കോൺട്രാക്റ്റിൽ ഷുവേറ്റിയുടെ ബാധ്യത അല്ലെങ്കിൽ ഡെപ്റ്റ് ഓർ ലയബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞു എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ച് എമൗണ്ട് കൊടുത്തു. അവിടെ ബി എന്ന് പറയുന്ന വ്യക്തി റീപേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഡെപ്റ്റ് അല്ലെങ്കിൽ ലയബിലിറ്റി ഈ ഷുവേറ്റിയുടെ കൈകളിൽ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഷുവേറ്റിക്ക് ലേബിളാണ്. ഈ മൂന്നാമത്തെ വ്യക്തിയായ ഷുവേറ്റിക്ക് അത് തിരിച്ചടയ്ക്കാനുള്ള ലയബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഡെപ്റ്റ് ഉണ്ട് എന്നാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ വരുന്നത്. അടുത്താണ് കൺസിഡറേഷൻ അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു സെക്ഷൻ 127 നമ്മൾ സെക്ഷൻ 127 പറയുന്നുണ്ട് സഫീഷ്യൻ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ വേണമെന്നൊക്കെ, ഗ്യാരണ്ടിയിൽ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച പോലെ തന്നെ സെക്ഷൻ 2 സബ്സെക്ഷൻ ഡിയിൽ പറയുന്ന കൺസിഡറേഷനിൽ പറയുന്ന കാര്യങ്ങളെ എല്ലാ എസെൻഷ്യൽസും ഈ കോൺട്രാക്റ്റിലും നമുക്ക് എന്തെങ്കിലും ഫുൾഫില്ല് ചെയ്യേണ്ടതുണ്ട്. അടുത്താണ് ഫ്രീ കൺസെൻറ്റ് അല്ലേ. നമ്മൾ പറഞ്ഞു കൺസെൻറ്റ് ഷുഡ് ബി അല്ലെങ്കിൽ സെഡ് ടു ബി ഫ്രീ ആയിരിക്കണം അല്ലേ. കോർഷൻ വഴിയാവാൻ പാടില്ല, അണ്ടു ഇൻഫ്ലുവൻസ് വഴിയാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ ഒരു ഫ്രീ കൺസെൻറ്റ് ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കണം. അടുത്താണ് റൈറ്റിംഗ് നോട്ട് നെസസറി അല്ലേ. കോൺട്രാക്റ്റിൽ നമുക്കിപ്പോൾ ഷുവേറ്റി നിൽക്കണമെങ്കിൽ അതെന്ത് ചെയ്യേണ്ട, റിട്ടേൺ ചെയ്യേണ്ടതിൻ്റെ നെസസറി അല്ല എന്നാണ് പറയുന്നത്. അടുത്ത പറയുക ഇത് മാത്രമല്ലാതെ നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് ഒരു എസെൻഷ്യൽ കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കുന്ന ബാക്കിയുള്ള സവിശേഷതകളും അല്ലെങ്കിൽ ബാക്കിയുള്ള എസെൻഷ്യൽ എലമെൻസും കൂടി കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ വേണം. അതാണ് അതർ എസെൻഷ്യൽസ് ഓഫ് ദ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാം കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടി. കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടി നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഓൺ ദി ബേസിസ് ഓഫ് പേർപ്പസ് എന്നും ഓൺ ദി ബേസിസ് ഓഫ് ട്രാൻസാക്ഷൻ എന്നും അല്ലേ. ഓൺ ദി ബേസ് ഓഫ് പേർപ്പസ് നമുക്ക് വീണ്ടും മൂന്നായി തരംതിരിക്കാം. ഡെപ്റ്റ്, പ്രൈസ്, ഹോണസ്റ്റി. ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ഒരാൾ ഒരു ഡെപ്റ്റുമ്പോൾ മാത്രമേ നമുക്ക് ലേബിൾ ഉള്ളൂന്നെങ്കിൽ ആ കോൺട്രാക്റ്റിന് വിളിക്കുന്ന പേരാണ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. ദ ഗ്യാരണ്ടി മേ ബി ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഓർ ലോണ് അല്ലേ. അപ്പോൾ ഡെപ്റ്റ് അല്ലെങ്കിൽ ലോണിൻ്റെ പുറത്ത് മാത്രമേ ഗ്യാരണ്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ ആ പേയ്മെൻറ്റിന് മാത്രമേ നമ്മൾ ഗ്യാരണ്ടി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ഓൺ ദി ബേസിസ് ഓഫ് ദി പേർപ്പസ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്താണ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ കോൺട്രാക്റ്റ് മേ ബി ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ടു ബി സോൾഡ് ഓൺ ക്രെഡിറ്റ് അല്ലേ. നമ്മളൊരു പ്രൈസിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഗ്യാരണ്ടി നിൽക്കുകയുള്ളൂ അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം മേടിക്കും, കടത്തിന് സാധനം മേടിക്കുക അല്ലെങ്കിൽ കടത്തിന് സാധനം വിൽക്കുക എന്നുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്യാരണ്ടി നിൽക്കും. അതായത് ആ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസസിൻ്റെ പ്രൈസിൻ്റെ മുകളിൽ മാത്രമാണ് നമ്മൾ ഗ്യാരണ്ടി നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എന്ത് ഓൺ ദി ബേസ് ഓഫ് പേർപ്പസ് ഫോർ ദ പ്രൈസ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ. അടുത്താണ് ഫോർ ഹോണസ്റ്റി. എ ഗ്യാരണ്ടി ഈസ് ഗിവൺ ഫോർ ദ ഹോണസ്റ്റി ഓർ ഗുഡ് കണ്ടക്ട് ഈസ് നോൺ ആസ് ഫിഡിലിറ്റി ഗ്യാരണ്ടി അല്ലേ. നമ്മൾ പറഞ്ഞു ഒരു ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത അല്ലേ. നമ്മളിപ്പോൾ ചില ബാങ്കിലൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ ഷുവേറ്റി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗവൺമെൻറ് സർവീസിലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല ഹോണസ്റ്റി സത്യസന്ധമായുള്ള വ്യക്തികളും ഗ്യാരണ്ടി നിന്നാൽ മാത്രമേ നമുക്ക് ചില ലോണൊക്കെ പാസ്സാവുള്ളൂ അല്ലേ. അപ്പോൾ പിന്നെ ഷുവേറ്റിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹോണസ്റ്റിൻ്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്തതല്ലേ ഗ്യാരണ്ടി നിന്നുകൊണ്ട് ഈ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എന്ത് ഓൺ ദി ബേസ് ഓഫ് പേർപ്പസ് ഫോർ ദ ഹോണസ്റ്റി എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അടുത്താണ് ഓൺ ദി ബേസിസ് ഓഫ് ട്രാൻസാക്ഷൻ. രണ്ട് തരത്തിലാണ് നമുക്ക് ഓൺ ദി ബേസ് ഓഫ് ട്രാൻസാക്ഷൻ തരംതിരിക്കാം. സിമ്പിൾ ഓർ സ്പെസിഫിക് ഓർ കണ്ടിന്യൂ ഗ്യാരണ്ടി. അതായത് സിമ്പിൾ ഓർ സ്പെസിഫിക് എന്ന് പറഞ്ഞെങ്കിൽ ഒരൊറ്റ കാര്യത്തിന് മാത്രമേ നമ്മൾ ഗ്യാരണ്ടി നൽകുന്നത്. അല്ല വെൻ എ ഗ്യാരണ്ടി ഈസ് ഗിവൺ ഇൻ റെസ്പെക്റ്റ് ഓഫ് എ സിംഗിൾ ഡെപ്റ്റ് ഓർ സ്പെസിഫിക് ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് സ്പെസിഫിക് ഓർ സിമ്പിൾ ഗ്യാരണ്ടി. നമ്മൾ ഒരു പ്രത്യേക കാര്യത്തിന് മാത്രമേ അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് ഡെപ്റ്റിന് മാത്രമേ നമ്മൾ ഗ്യാരണ്ടി നിന്നുകൊണ്ട് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഉണ്ടാക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എന്ത്
സിമ്പിൾ ഓർ സ്പെസിഫിക് ഗ്യാരണ്ടി ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ കൈൻഡ് ഓഫ് ദ ട്രാൻസാക്ഷണൽ ബേസ്ഡ് കോൺട്രാക്റ്റ് ആണ്. അടുത്താണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ, ഒരു കണ്ടിന്യൂസ് പേർപ്പസ് ആണ് അല്ലേ, ഒരു ട്രാൻസാക്ഷൻ മാത്രമല്ല, ഒരു ലിസ്റ്റ് ഓഫ് ഒരു സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് വിചാരിച്ചിട്ട് അടുത്ത എലമെന്റ് നമുക്ക് നിൽക്കുന്നു, പിന്നെയും നമുക്ക് ആ കോൺട്രാക്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് ഒരു സപ്ലൈ ഓഫ് ഗുഡ്സ് മേലൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഗ്യാരണ്ടി കണ്ടുവന്നിട്ടുണ്ടല്ലേ. ടൈം ടു ടൈം എക്സ്റ്റെൻഡ് ആയിട്ട് വരുന്ന ഒരു കോൺട്രാക്റ്റും കൂടിയാണ് ഈ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഓഫ് ദ കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് രണ്ട് തരത്തിലുള്ള ഓൺ ദി ബേസ് ഓഫ് ട്രാൻസാക്ഷൻ. ഒന്ന് വരുന്നത് സിമ്പിൾ ഓർ സ്പെസിഫിക് ഗ്യാരണ്ടി, രണ്ടാമത്തത് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. അടുത്താണ് റൈറ്റ്സ് ഓഫ് ഷുവേർട്ടി. നമുക്ക് മൂന്ന് തരത്തിലുള്ള റൈറ്റ്സ് ആണ് ഷുവേർട്ടിക്ക് ഉണ്ടാവുക. ഒന്നാമത്താണ് എഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, എഗെയിൻസ്റ്റ് ദ ക്രെഡിറ്റർ, എഗെയിൻസ്റ്റ് ദ കോ ഷുവേർട്ടീസ്. ഒന്നാമത്താണ് എഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പുറത്ത് നമുക്ക് ഷുവേർട്ടിക്ക് റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റിൻ്റെ പുറത്തായിരിക്കുമല്ലോ നമ്മൾ ഗ്യാരണ്ടി നിന്നുണ്ടാവുക. അപ്പോൾ ഇൻ കേസ് ഓഫ് അദ്ദേഹം എന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നമ്മളാണ് ആ പേയ്മെൻറ്റ് നടത്തുക. അങ്ങനെ നമുക്ക് ആ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡെപ്റ്റർ എടുത്ത് നമുക്ക് കിട്ടാനുള്ള റൈറ്റ്സ് പോലുള്ള ഒരുപാട് അവകാശങ്ങൾ ഡെപ്റ്ററെ പുറത്ത് നമുക്ക് എന്ത് ഉണ്ട്. അതാണ് എന്ത് എഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റേഴ്സിന് മുകളിൽ വരുന്ന അങ്ങനത്തെ ഒരു കുറച്ച് തരത്തിലുള്ള റൈറ്റ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷുവേർട്ടിക്ക് ഉണ്ട്. അതേപോലെ തന്നെ എഗെയിൻസ്റ്റ് ദ ക്രെഡിറ്ററെ മുകളിലും ഉണ്ട് അല്ലേ. ഇപ്പം നമ്മളൊക്കെ പേയ്മെൻറ്റ് ഫെയിലിയർ, അതായത് ഈ ഡെപ്റ്റർ പേയ്മെൻറ്റ് ഫെയിലിയർ വരുത്തി കഴിഞ്ഞാൽ ക്രെഡിറ്റർക്ക് ആ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ആ ഡെപ്റ്റ് കൊടുക്കാനുള്ള അവകാശം ഈ ഷുവേർട്ടിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഡെപ്റ്ററിൻ്റെ സെക്യൂരിറ്റികൾ എന്തൊക്കെയാണ് പ്ലഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റികളൊക്കെ നമുക്ക് ആർക്ക് കിട്ടണം, ഈ ഷുവേർട്ടിക്ക് കിട്ടിക്കൊണ്ട് ഡെപ്റ്ററുടെ അടുത്തുനിന്ന് വാങ്ങിക്കാനുള്ള റൈറ്റ്സ് വരെ ആർക്കുണ്ട്, ഷുവേർട്ടിക്ക് ഉണ്ട്. ഇതാണ് ക്രെഡിറ്ററിന് മുകളിൽ വരുന്ന കുറച്ച് രണ്ട് റൈറ്റ്സുകൾ വരുന്നത്. പിന്നെ വരുന്ന എഗെയിൻസ്റ്റ് ദ കോ ഷുവേർട്ടി അല്ലേ. കോ ഷുവേർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ആളുകൾ കൂടിച്ചേർന്നും കൊണ്ടാണ് ഒരു ഡെപ്റ്റുമ്മൽ അല്ലെങ്കിൽ ഒരു ലോണുമ്മൽ നമ്മൾ ഗ്യാരണ്ടി നിന്നുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളെ വിളിക്കുന്ന പേരാണ് കോ ഷുവേർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവർക്ക് ചിലപ്പം ഈക്വൽ ആയിട്ടുള്ള അവകാശങ്ങളാണ് ഉണ്ടായിരിക്കുക. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്ലെയിം കിട്ടാനുണ്ടെങ്കിൽ രണ്ട് കോ ഷുവേർട്ടികൾ, രണ്ടോ മൂന്നോ നാലോ ഷുവേർട്ടികൾക്ക് എന്ത് ചെയ്തു അങ്ങനെ ക്ലെയിമൊക്കെ കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഇടയിൽ ഒരു റൈറ്റ്സുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് എഗെയിൻസ്റ്റ് ദ കോ ഷുവേർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ മൂന്ന് റൈറ്റ്സുകൾ ഉണ്ട് ഷുവേർട്ടിക്ക്: എഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, എഗെയിൻസ്റ്റ് ദ ക്രെഡിറ്റർ, എഗെയിൻസ്റ്റ് ദ കോ ഷുവേർട്ടീസ്. അടുത്താണ് ഡിസ്ചാർജ് ഓഫ് ഷുവേർട്ടി ഫ്രം ലയബിലിറ്റി അല്ലേ. നമ്മൾ ഒരാൾക്ക് ഗ്യാരണ്ടി നിന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ഡിസ്ചാർജ് ചെയ്ത് വരാം എന്ന് നോക്കാം. ഒന്നാമത്താണ് ബൈ നോട്ടീസ് അല്ലേ. നോട്ടീസ് അയച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കോൺട്രാക്റ്റിൽ നിന്ന് പിന്തിരിയാം. ഞങ്ങൾ നോട്ടീസ് അയച്ചു, ഇനി ഞങ്ങൾ ഗ്യാരണ്ടി ഞങ്ങൾക്ക് തരില്ല, എൻ്റെ ഗ്യാരണ്ടി പീരീഡ് ഇതോടെ ഞാൻ തീർക്കുകയാണെന്ന് പറഞ്ഞൊരു നോട്ടീസ് അയച്ചു കൊടുത്തുകൊണ്ട്, ഡെപ്റ്ററും ക്രെഡിറ്റർക്കും അയച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ലയബിലിറ്റിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരാം. പിന്നെ അടുത്താണ് ഡെത്ത് ഓഫ് ദ അല്ലേ. ഡെത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഷുവേർട്ടി മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്ത് നമ്മുടെ ലയബിലിറ്റി ഡിസ്ചാർജ് ആയി മാറും. അടുത്താണ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ. ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തുക. നമ്മൾ നേരത്തെ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിൽ നമ്മൾ ഇന്നോവേഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്നോവേഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ, കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദ ഷുവേർട്ടിയുടെ കൺസെൻറ്റ് ഇല്ലാതെ തന്നെ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്തായി മാറി, ഷുവേർട്ടിയിൽ നിന്ന് തൻ്റെ നിലവിലുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അതാണ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞത്. അടുത്താണ് റിലീസ് ഓഫ് ദ ഡെപ്റ്റർ. ഡെപ്റ്റർ സ്വമേധയാ റിലീസാക്കി. ഡെപ്റ്റർ പറഞ്ഞു ഇനി മുതൽ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല, ഇനി എല്ലാ ബാധ്യതകളും നമുക്കിവിടെ തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് റിലീസ്, ഡെപ്റ്റർ തന്നെ സ്വയം റിലീസ് ഈ ഷുവേർട്ടിന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഷുവേർട്ടിക്ക് ഡിസ്ചാർജ് ആവാം. അടുത്താണ് ഫെയിലിയർ ഓഫ് കൺസിഡറേഷൻ അല്ലേ. നമുക്ക് എന്തെങ്കിലും കൺസിഡറേഷനിൽ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ കോൺട്രാക്റ്റൊക്കെ ഡിസ്ചാർജ് ആയി മാറാം. അടുത്താണ് ലാക്ക് ഓഫ് എസെൻഷ്യൽ എലമെൻറ്റ്സ്. നമ്മൾ പറഞ്ഞു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ നമുക്ക് ഒരുപാട് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഫീച്ചേഴ്സുകൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കോൺട്രാക്റ്റിലും ഡിസ്ചാർജുകൾ സംഭവിക്കാം. അതാണ് ലാക്ക് ഓഫ് എസെൻഷ്യൽ എലമെൻറ്റ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്
പഠിക്കാനുള്ള കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ 3 വ്യക്തികളുണ്ട്. ആ വ്യക്തികളിൽ അടങ്ങുന്ന ഈ കോൺട്രാക്റ്റ് ഉണ്ടാകുന്ന എസെൻഷ്യൽ എലമെൻസുകൾ, ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻസുകൾ, പിന്നെ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയും കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെൻമിറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, നമുക്ക് ആ ഫീച്ചേഴ്സുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് ഓരോന്ന് വെച്ചിട്ട് ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ ഒന്ന് ഡിഫറൻസുകൾ അറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ റൈറ്റ്സ് ഓഫ് ദ ഷുവേർട്ടി, ഡിസ്ചാർജ് ഓഫ് ലയബിലിറ്റി ഫ്രം ദ ഷുവേർട്ടി ഫ്രം ദ ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളും. ഓക്കെ, താങ്ക് യു.